അപ്പോൾ നമ്മൾ കേരളത്തിലെത്തി. പിന്നെ നമ്മൾ മേപ്പാടി വഴിയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചൂരൽമലയിൽ ഒന്ന് പോകാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് കുറേ ഉള്ളോട്ട് വരണം കേട്ടോ. ഈ ഒരു ചൂരൽമല, ഈ ഒരു സ്കൂളൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. ഇവിടെയെല്ലാം ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. ചെറിയ റോഡായിരുന്നു, ഇപ്പോൾ വീതി കൂട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ. അതിലേറെ എനിക്ക് പേടി തോന്നിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പോകുന്ന റോഡ് കുറേ ഉള്ളിലേക്കാണ്. പോരാത്തതിന് അന്നൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ റോഡായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു രക്ഷാപ്രവർത്തനം എത്ര ബുദ്ധിമുട്ടിയായിരിക്കും നടത്തിയിട്ടുണ്ടാകും. അത്യാവശ്യം കുറേ വണ്ടികൾ ആംബുലൻസ് ആയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നവരൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലാണ്. ഇതിൻ്റെ മുകളിലൂടെ പിന്നെ അവിടുത്തുകാർക്ക് പോകാൻ വണ്ടി കയറ്റാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവരുടെ വാഹനമൊക്കെ അവിടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നടന്നാണ് നമ്മൾ വരുന്നത്. ഇതൊക്കെ അന്ന് അപകടത്തിൽപ്പെട്ട വീടുകളും കടകളൊക്കെയാണ്. ഇതിലുള്ള ആ ഒരു കല്ലുകൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മല നമുക്ക് നോക്കിയാൽ തന്നെ കാണാം കേട്ടോ. ഇപ്പോഴും ഉണ്ട് ആ ഒരു ഉരുൾപൊട്ടിയ സ്ഥലം നമുക്ക് ഏകദേശം കാണാൻ കഴിയും. അവിടെ നിന്ന് ഇത്രയും ദൂരത്തോളം ഈ ഒരു ചൂരൽമല ടൗണിൽ വരെ ഇതിൻ്റെ ഒരു ആഘാതം എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവില്ല കേട്ടോ നമുക്ക്. ഇവിടെയുള്ള ഈ ഒരു വലിയ വലിയ കല്ലുകളൊക്കെ അന്നത്തെ ആ ഒരു ഉരുൾപൊട്ടലിൽ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളതാണ്, ആ മലയിലൂടെയും ആ പുഴയിലൂടെയൊക്കെ. ഒന്നോർത്താൽ സങ്കടമാണ്. ഒരു നിമിഷം കൊണ്ടാണ് അത്രയും ആളുകളെ നമുക്ക് നഷ്ടമായത്. ഇവിടെ ഇപ്പോൾ പല കടകളും അന്നത്തെ ആ ഒരു അപകടത്തിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ഇവിടെ ഇപ്പം കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്.